അമ്മയുടെ സ്നേഹം അറിയില്ലാത്ത എനിക്ക് നിങ്ങളെ കിട്ടിയപ്പോ എത്ര സന്തോഷായെന്ന് അറിയോ? നിങ്ങൾ എനിക്ക് ഭക്ഷണം വാരി തന്നപ്പോഴും നിങ്ങൾ എന്നോട് കാണിച്ച സ്നേഹവും അതൊക്കെ കണ്ടപ്പോ സത്യമായിട്ട് ഞാൻ നിങ്ങളുടെ മകളാന്ന് പോലെ എനിക്ക് തോന്നിപ്പോയി. എന്റെ മനസ്സില് അമ്മയെന്ന് പറഞ്ഞ അത് നിങ്ങൾ മാത്ര. സീതമ്മ, ഞാൻ നിങ്ങളുടെ സിഹിയല്ലാന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇനി നിങ്ങളുടെ മകളായിട്ടിരിക്കാൻ എനിക്ക് കഴിയില്ലേ? എന്നെ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞയക്കോ സീതമ്മ? സീതമ്മ, എന്നെ നിങ്ങൾക്ക് വേണ്ടേ? എന്നെ ഒഴിവാക്കുവാണോ? സീതമ്മ ഇപ്പൊ നല്ല വിഷമത്തിലല്ലേ? അതുകൊണ്ടാ ആ വിഷമം കൊണ്ട് ഇങ്ങനെ പറഞ്ഞു മാത്രമേ ഉള്ളൂ മോളെ. സീതമ്മയ്ക്ക് കുറച്ച് സമയം കൊടുക്കാൻ നമുക്ക്. എല്ലാം ശരിയാവും മോളെ. എന്റെ മോളെ കരയണ്ട കേട്ടോ. വാ. എനിക്കെന്തോ പ്രശ്നം വരാൻ പോകുന്ന പോലെ തോന്നുന്നുണ്ടല്ലോ. അങ്ങനൊരു പേടി തോന്നുന്ന എന്താ ഭാർഗവ്? ചിലപ്പോ DRS എടുത്ത ബാറ്റ്സ്മാൻമാര് ടെൻഷൻ കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോഴൊക്കെ നടക്കാറുണ്ട്. അങ്ങനെ നടക്കുന്നത് എന്താ? എന്റെ ടെൻഷൻ നിനക്ക് മനസ്സിലാവില്ല. അല്ല, ഇത്രയും ദിവസം നമ്മുടെ വീട്ടിലെ ആ കുട്ടി സിഹി അല്ല, അത് വേറെ ഏതോ കുട്ടിയാണെന്ന് സിഹിയുടെ മുമ്പിൽ റിവീൽ ചെയ്യണമെന്നാണ് നമ്മൾ പറഞ്ഞത്. എന്നിട്ടത് നീ പറഞ്ഞതുപോലെ എല്ലാവരുടെയും മുമ്പിൽ അത് റിവീൽ ചെയ്തു. പിന്നെ നിനക്ക് എന്ത് ടെൻഷനാ ഭാർഗവ്? ഞാൻ വിചാരിച്ച കാര്യം നടന്നു. എന്നാലും എന്താണെന്നറിയില്ല, ഇത്രയും നാളാ സത്യ വായ അടക്കി വെച്ചിരുന്നത്. പക്ഷെ ഇപ്പോ എല്ലാം പുറത്ത് പറയുമെന്നും പറഞ്ഞ് നടക്കുക. അതെന്ത് കാര്യ? അതുകൊണ്ട് നിനക്കെന്താ കുഴപ്പം? അല്ല ഭാർഗവ്, നേരിട്ടൊരു കാര്യം പറഞ്ഞാൽ പോലും എനിക്കത് മനസ്സിലാവില്ല. അപ്പൊ നീ കാര്യങ്ങൾ ഇങ്ങനെ വളച്ചു ചുറ്റി പറഞ്ഞ അത് സിഹിയുടെ മരണത്തെക്കുറിച്ച് പറഞ്ഞ ഞാൻ കാരണം സീത അറിഞ്ഞതെന്ന് റാം അറിഞ്ഞു കഴിഞ്ഞാ അത് പിന്നെ പ്രശ്നാവില്ലേ? അതാ ഞാൻ പറഞ്ഞത്. അത്രേ ഉള്ളോ? ഭാർഗവ്, നീ അതാലോചിച്ച് ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. ഇതെല്ലാം സത്യമാണ് ചെയ്തതെന്ന് റാം 100% വിശ്വസിച്ചിട്ടുണ്ട്. അതുപോലെ എന്നാലും ഭാർഗവ്, എന്റെ മനസ്സിൽ എപ്പോഴോ ഒരു വിഷമുണ്ട് ഭാർഗവ്. അച്ഛനെപ്പോഴും എന്നെ യൂസ്ലെസ് ഫെലോ എന്നൊക്കെ വിളിക്കുമായിരുന്നു. പക്ഷേ എനിക്ക് ചെയ്യാൻ പറ്റുന്നത് പോലെയെല്ലാം നീ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഭാർഗവ്. പക്ഷെ ചിലപ്പോഴൊക്കെ നീ അച്ഛൻ ട്രീറ്റ് ചെയ്യുന്ന പോലെ തന്നെയാ ചെയ്യാറ്. ഇവന്റെ അടുത്ത് എന്തിനാ എല്ലാ കാര്യങ്ങളും പറയുന്നതെന്നല്ലേ നീ ചിന്തിക്കാറ്? അപ്പൊ വേദനിക്കും ഭാർഗവ്, വല്ലാതെ ഹർട്ടാവും. ഇങ്ങനെയുള്ളൊരുത്തൻ എനിക്ക് എന്റേതായ ടെൻഷൻസ് ഉള്ളപ്പോ അവന്റെ കണ്ണീര്. രാമ, നീ സീതയുടെ അടുത്തേക്ക് ചെല്ല്. ഇപ്പോ നീ അവളുടെ അടുത്തുണ്ടാവേണ്ട ആവശ്യമുണ്ട്. ഇപ്പൊ നീ അവളെ സമാധാനിപ്പിക്കുക, ഇല്ലെങ്കിൽ അവള് മാനസികമായി തളർന്നു പോകും. എടാ, നീ സുബിയെ കുറിച്ച് ആലോചിക്കണ്ട. ഞങ്ങളുണ്ടല്ലോ, ഞങ്ങൾ നോക്കിക്കോളാം. എടാ, ഇവളെ നോക്കിക്കോണേ മോളെ. കരയല്ലേ കേട്ടാ. സുബി, കരയണ്ട മോളെ, എല്ലാം ശരിയായിക്കോളും.
പ്ലീസ് കരയില്ലേ നീ. അങ്ങനൊന്നും സംഭവിക്കില്ല. ഇത്രയും കാലം മറച്ചു വെച്ച സത്യങ്ങൾ അറിഞ്ഞപ്പോഴുള്ള ഷോക്ക് മാത്രം അത്. ദേഷ്യം വന്നിട്ടാ. ഇത്രയും കാലം സിഹി ജീവനോടെ ഉണ്ടെന്ന് അവള് കരുതിയത്. പക്ഷേ ഇപ്പൊ പെട്ടെന്ന് സിഹി ഇല്ലാന്നുള്ള കാര്യം കേട്ടപ്പോ അവൾക്ക് അത് അംഗീകരിക്കാൻ പറ്റാഞ്ഞിട്ടാ മോളെ. സിഹിക്ക് വേണ്ടി മാത്രം ജീവിച്ചവൾ അവള്. അതുകൊണ്ട് നമുക്ക് അവൾക്ക് കുറച്ച് സമയം കൊടുക്കാം. എല്ലാം ശരിയായിക്കോളും. അപ്പോ സീതമ്മയ്ക്ക് എന്നെ വേണ്ടെന്നാണോ പ്രീ? സുബി, നീ വിചാരിക്കുന്ന പോലെ ഒന്നും സംഭവിക്കില്ല. സീതമ്മ നിന്നെ സ്വീകരിക്കും. ഞാൻ അവരോട് സംസാരിക്കാം. അതെ മോളെ, സീതമ്മ കുട്ടികളുടെ കാര്യത്തില് അങ്ങനെയൊന്നും വാശി പിടിക്കില്ല. അവളെ ഞങ്ങൾ എല്ലാരും കൂടി പറഞ്ഞ് സമ്മതിപ്പിക്കാം. അവള് നിന്നെ എങ്ങോട്ടും പറഞ്ഞു വിടില്ല. നീ ഇതേ വീട്ടില് സീതമ്മയുടെ കൂടെ തന്നെ ഉണ്ടാവും. ഇല്ല, നിങ്ങൾ പറഞ്ഞതുപോലെ ഒന്നും നടക്കില്ല. ഇപ്പൊ തന്നെ സീതമ്മ എന്നെ ഒരു കള്ളിയായിട്ടാ കാണുന്നത്. അവരെന്നെ മകളായിട്ട് ഒരിക്കലും കാണില്ല. ഞാനാ തെറ്റ് ചെയ്തത്. സീതമ്മയോട് അന്നേ ഞാൻ സത്യങ്ങള് പറയണായിരുന്നു. നീ കള്ളിയോ അല്ല, നീ സീതമ്മയോട് ഒരു ചതിയും കാണിച്ചിട്ടുമില്ല. ഇതൊക്കെ ചെയ്തത് ഞങ്ങളാ. മാത്രമല്ല, നീ ഇങ്ങോട്ട് വന്നതുകൊണ്ട് നല്ലതേ നടന്നിട്ടുള്ളൂ. നിന്റെ സീതമ്മയ്ക്കെല്ലാം ഭേദമായി ഓക്കെ ആയിട്ടുണ്ടെങ്കിൽ അതിന് നീയാണ് കാരണം. ഇതൊക്കെ തെറ്റാണെന്നുണ്ടെങ്കിൽ നീ കള്ളം പറഞ്ഞിട്ടില്ല. അതിന്റെ പാപം ഞാനും റാമു ഏറ്റോളാം. എനിക്ക് എന്റെ ബെസ്റ്റ് ഫ്രണ്ടിന് ഒരുപാട് വിശ്വാസമുണ്ട്. അവള് നിന്നെ എങ്ങോട്ടും പറഞ്ഞയക്കില്ല മോളെ. സുബി, പ്രീ പറയുന്നത് സത്യാ. സീതമ്മ നിന്നെ എങ്ങോട്ടും പറഞ്ഞു വിടില്ല. നമ്മുടെ വീട്ടിലെ നമ്മുടെ അച്ഛന്റെ അമ്മയുടെയും കൂടെ നീയും ഉണ്ടാകും. അനി, എന്താ മോനെ നീ ഇങ്ങനെ ഇരിക്കുന്നേ? എന്തു പറ്റി? ഒന്നുമില്ല. ഈയിടെ ആയിട്ട് നിനക്ക് നല്ല മാറ്റമുണ്ട്. എപ്പോഴും മേമേ മേമേ മേമേന്ന് വിളിച്ചിട്ട് എന്റെ പുറകെ നടന്നതല്ലേ? എന്നിട്ടിപ്പൊ എന്റെ അടുത്ത് പോലും വരുന്നില്ലല്ലോ. റൂമിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് മുഖം വീർപ്പിച്ചിരിക്കുവാ. ഞാൻ പറഞ്ഞ എന്തെങ്കിലും നിനക്ക് വിഷമമായോ? എന്നെ ആരും വിഷമിപ്പിച്ചിട്ടില്ല. എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കണം. നിന്നെ കണ്ടിട്ട് എന്നോട് ദേഷ്യമുള്ള പോലെ ഉണ്ടല്ലോ. ഞാൻ എന്തിനാ നിങ്ങളോട് ദേഷ്യം കാണിക്കുന്നേ? ഞാനെന്താ നിങ്ങളുടെ മോനാണോ? അല്ലെങ്കിൽ നിങ്ങൾ എന്താ എന്റെ അമ്മയാണോ? അല്ലല്ലോ. ഇതെന്താ അനി നീ ഇങ്ങനൊക്കെ പറയുന്നേ? ഞാൻ നിന്നോട് എന്താ ചെയ്തേ? ഞാൻ നിന്റെ അമ്മയാണോ എന്ന് ചോദിച്ചില്ലേ? അതെ, ഞാൻ നിന്റെ അമ്മയാ. ചെറിയമ്മ എന്ന് വെച്ച അമ്മ തന്നെയല്ലേ? നീ എന്റെ മോനാ. എനിക്ക് ഒന്നും വേണ്ട. ഈ വീട്ടിൽ എല്ലാരും ഡ്രാമ കളിച്ചോണ്ടിരിക്കുക. എല്ലാരും കള്ളം പറയുക. ആ സിഹിയെ കണ്ടില്ലേ? സിഹി അല്ല, സുബിയാണത്ര. പാവം സീത ചേച്ചിയോട് എല്ലാവരും കള്ളം പറഞ്ഞതാ. പിന്നെ നിങ്ങള് ഞാൻ നിങ്ങളുടെ മോനാണെന്ന് പറഞ്ഞിട്ടും വേറെ ഏതോ കുട്ടിയെ അഡോപ്റ്റ് ചെയ്യാൻ പോവാ. ഞാൻ നിങ്ങളുടെ മോനാണെങ്കിൽ വേറൊരു കുട്ടിയെ അഡോപ്റ്റ് ചെയ്യുന്ന എന്തിനാ? എല്ലാരും പറഞ്ഞു പറ്റിക്കുക. അനി, 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 അനി എന്തായിട്ടാ ഇങ്ങനെ? ഞാൻ അവന്റെ അമ്മയല്ലെന്ന്. ഞാൻ അവനെ പറ്റിച്ചെന്ന് നോക്കിയാ പറയുന്നേ. ഏട്ടാ, നമ്മൾ കുട്ടിയെ ദത്തെടുക്കുന്നത് കേട്ടിട്ട് എനിക്ക് ദേഷ്യം വന്നെന്നാ തോന്നുന്നേ. അപ്പോ ഇത്രയും നാൾ അനി എന്നെ അമ്മയായിട്ടാണോ കണ്ടതൊക്കെ? സീത, സീത, അപ്പോ നീ എന്തിനിങ്ങനെ ബഹളം വെക്കുന്നേ? മേമ, സീത എവിടെയും കാണുന്നില്ല. ഞാൻ ഈ വീട് മുഴുവൻ നോക്കി. ഇത്രയും നേരം നിന്റെ കൂടെ ഉണ്ടായിരുന്നില്ലേ? അതെ മേമ, പക്ഷെ സിഹിയുടെ ഫോട്ടോയും കൊണ്ട് അവൾ എങ്ങോട്ടാ പോയതെന്ന് അറിയില്ല. ഈ വീട് മുഴുവൻ നോക്കി, അവളെ കാണുന്നില്ല മേമ. എല്ലാ
സുരഭി, നീ കാരണമല്ല മോളെ. നീ കരയല്ലേ? എടാ, ആദ്യം സീത ഒന്ന് വിളിക്ക്. എവിടെയാ ഉള്ളതെന്ന് ചോദിക്കേ. അയ്യോ, ഫോൺ ഇവിടെ ഉണ്ടല്ലോ. അപ്പൊ സീത എങ്ങോട്ടാ പോയത്? ഇനി എവിടെയാ ഞാൻ അവളെ പോയി അന്വേഷിക്കുക? സമാധാനപ്പെട്, സീതയ്ക്ക് ഒന്നും സംഭവിക്കില്ല. ഇവിടെ എവിടെയെങ്കിലും കാണും, നമുക്ക് അന്വേഷിക്കാം. രാമ, നീ വെറുതെ ടെൻഷൻ ആവണ്ട. നമുക്കൊന്നിച്ചു പോയി അവളെ അന്വേഷിക്കാം. നമ്മുടെ സീതയുടെ അവസ്ഥ ഇങ്ങനെ ആവരുതായിരുന്നല്ലോ. അവളുടെ ആരോഗ്യം ഒട്ടും ശരിയല്ല. ഇപ്പോ സിഹി ജീവനോടെ ഇല്ലെന്നുള്ള കാര്യം കൂടി സീത അറിഞ്ഞിട്ടുണ്ട്. അതറിഞ്ഞതുകൊണ്ട് അവൾ അരുതാത്തത് എന്തെങ്കിലും ചെയ്തു പോയാ. ഒന്ന് നിർത്തുവോ മേമ? സീതയ്ക്കൊന്നും സംഭവിക്കില്ല, ഞാനതിന് സമ്മതിക്കില്ല. രാമ, അവളുടെ വീട്ടിലേക്കൊന്ന് ഫോൺ ചെയ്ത് നോക്ക്. ചോദിച്ചു നോക്ക് അങ്ങോട്ടെങ്ങാനും ചെന്നിട്ടുണ്ടോന്ന്. മുത്തശ്ശ, സീത അങ്ങോട്ട് വന്നിരുന്നോ? വന്നു മോനെ, ഇവിടെ ഉണ്ടല്ലോ. പക്ഷേ ഇവിടെ ഞങ്ങളുടെ വീട്ടിലല്ല. വന്നിട്ട് അവള് നേരെ പോയി അവളുടെ വീട്ടിൽ കയറി വാതിലടച്ചു. ഞങ്ങൾ എത്ര വിളിച്ചിട്ടും ഒന്നും സംസാരിക്കണില്ല. അപ്പോ അപ്പോ അശോക് അങ്കിൾ, അച്ഛനെന്താ അങ്ങനെ പോയത്? അവർക്കും എന്നെ വേണ്ടേ? ചപ്പാത്തി എങ്ങനെ റൗണ്ട് ആയത്? എല്ലാ ജോലികളും നിങ്ങൾ തന്നെ ചെയ്യും. ഞാനല്ലാതെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേറെ ആരാ ഉള്ളത്? എന്റെ മകൾ സിഹയെ കുറിച്ചാണ് ഞാൻ ചോദിക്കുന്നത്. എവിടെയാ അവള്? അവൾക്ക് ആക്സിഡന്റ് സംഭവിച്ചല്ലേ? അവൾക്ക് എന്താ പറ്റിയത്? എല്ലാ സത്യങ്ങളും എനിക്ക് ഇപ്പൊ അറിയണം. സിഹി നമ്മുടെ കൂടെ ഇല്ല സീത. വികൃതി, വാ, എന്റെ ചക്കര കുട്ടിയാ നീ. എന്നെ വിട്ട് നീ എങ്ങോട്ടും പോകരുത് കേട്ടോ. എപ്പോഴും എന്റെ കൂടെ തന്നെ ഉണ്ടാവണം. നീ ഇല്ലെങ്കിൽ ഞാനില്ല മോളെ. സീതമ്മ, ഞാൻ നിങ്ങളെ വിട്ട് എങ്ങോട്ട് പോകാനാ? ഞാൻ എപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും. സീതമ്മ, ഈ ഡ്രസ് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞില്ലല്ലോ. എന്റെ രാജകുമാരി ഏത് ഡ്രസ് ഇട്ടാലും സുന്ദരി കുട്ടിയല്ലേ. ഇന്നെന്താ സ്പെഷ്യല്? എന്താ പുതിയ ഡ്രസ്സൊക്കെ ഇട്ടേക്കുന്നെ? സീതമ്മ, ഇന്നത്തെ സ്പെഷ്യല്. ഞാനോ? നിങ്ങൾ എപ്പോഴാണെങ്കിലും എനിക്ക് സ്പെഷ്യലാ സീതമ്മ. സീതമ്മ, ഇന്ന് ഞാൻ നിങ്ങൾക്ക് ചപ്പാത്തി ഉണ്ടാക്കി തരാമേ. സിഹി ഉണ്ടാക്കുന്ന ഹാർട്ട് ഷേപ്പ് ചപ്പാത്തി. വാ ബാ സീതമ്മ. സിഹി, സിഹി, നോക്ക്, എന്നെ കളിപ്പിക്കല്ലേ നീ. എനിക്കറിയാം നീ എവിടെയോ ഉണ്ടെന്ന്. പ്ലീസ് സിഹി വാ. സിഹി പ്ലീസ് വാ. സിഹി, 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 സിഹി. ഇല്ല, എന്റെ സിഹി എന്നെ വിട്ട് എങ്ങോട്ടോ
പോയി. സിഹി, എന്തിനാ ഇങ്ങനെ ചെയ്തത്? എന്നെ വിട്ട് എന്തിനാ പോയത്? പ്ലീസ് സിഹി, തിരിച്ചു വാ. സീത, എന്തിനാ മോളെ നീ ഇങ്ങനെ കരയുന്നേ? എന്തു പറ്റി? സീത, സിഹിയുടെ ഫോട്ടോ നോക്കി എന്തിനാ മോളെ കരയുന്നേ? അമ്മേ, സിഹി നമ്മളെയൊക്കെ വിട്ട് പോയില്ലേ അമ്മേ? അവളില്ലാതെ ഞാനിനി എങ്ങനെയാ? എനിക്ക് അവളെ വേണം അമ്മേ. എനിക്ക് എന്റെ മകളെ വേണം. നിന്റെ മോള് നിന്റെ കൂടെ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ. അമ്മേ, അവള് സിഹിയല്ല, സിഹിയെ പോലുള്ള സുബലക്ഷ്മിയാ. നീ ഇങ്ങനെ കരഞ്ഞോണ്ടിരുന്ന എങ്ങനെ ശരിയാകും? അച്ഛൻ പോയിട്ടുണ്ടല്ലോ സീതമ്മയെ കൊണ്ടുവരാൻ. സീതമ്മയെ സേഫായിട്ട് കൊണ്ടുവന്നോളൂ. സീതമ്മയ്ക്ക് എന്നെ വേണ്ടതായിട്ടാ എന്നെ വിട്ടുപോയതല്ലേ? അച്ഛനും അതെ, എന്നെ ഒന്നും നോക്കാതെ അങ്ങനെ അങ്ങ് പോയില്ലേ? അവർക്ക് രണ്ടുപേർക്കും എന്നെ വേണ്ടല്ലേ? ഈ കുട്ടി തല വെച്ച് നീ എന്തൊക്കെയാ സുബി ആലോചിച്ചു കൂട്ടുന്നത്? അങ്ങനെ ഒരു പ്രശ്നവും ഇല്ല. സീത വീട്ടിലില്ലാത്തോണ്ട് റാമു കുറച്ച് പേടിച്ചു. അവൾ എവിടെയുള്ളെന്ന് അറിയാൻ പറ്റിയല്ലോ. അതുകൊണ്ട് വേറൊന്നും നോക്കാതെ ആ തിരക്കിലങ്ങ് ഇറങ്ങിപ്പോയി. മോളെ, ഈ കുട്ടി തല വെച്ച് ഓരോന്ന് ചിന്തിച്ചു കൂട്ടണ്ട. ഈ മുത്തശ്ശനാ പറയുന്നേ, നീ കേട്ടോ. എന്തൊക്കെ സംഭവിച്ചാലും നീ ഈ വീട്ടിലെ കൊച്ചുമോളാ. ആരും നിന്നെ ചോദ്യം ചെയ്യില്ല. സമാധാനായിട്ടിരിക്കുക സിഹിമോളെ. അച്ഛാ, അവള് സിഹിയല്ല, സുബി. നീ മിണ്ടാതിരിക്കും മോളെ. ഇതിനെ കുറിച്ച് ആരും സംസാരിക്കണമെന്നില്ല. എനിക്ക് സിഹിയും വേറെയല്ല, സുബിയും വേറെയല്ല. മോളെ, എന്തൊക്കെ സംഭവിച്ചാലും നീ എന്റെ കൊച്ചുമോള് തന്നെയാ കേട്ടോ. പക്ഷേ സീതമ്മ എന്നെ മകളായിട്ട് കാണില്ലല്ലോ മുത്തശ്ശ. നേരത്തെ ഞാൻ അത്രയൊക്കെ സംസാരിച്ചിട്ടും എന്തിനാ എന്നോട് ഒന്നും പറയാതെ ഇവിടുന്ന് പോയത്? അപ്പോ അവർക്കെന്നെ ഇഷ്ടമല്ലാഞ്ഞിട്ട് തന്നെയല്ലേ? മോളെ, ഒരമ്മയാവുമ്പോ മകളെ നഷ്ടപ്പെട്ട അതിന്റെ സങ്കടം അവർക്കുണ്ടാവില്ലേ? കൂടാതെ സീതയ്ക്ക് സിഹിയായിരുന്നു അവളുടെ ലോകം. അങ്ങനെ ഒരു അമ്മയ്ക്ക് മകള് കൂടെ ഇല്ലെന്നറിയുമ്പോ വിഷമം ഉണ്ടാവില്ലേ? നീ സീതമ്മയുടെ സിഹി തന്നെയാ. ഒരുപക്ഷെ ഒറ്റയ്ക്കിരിക്കണം തോന്നിയിട്ടാകും അങ്ങോട്ടേക്ക് പോയത്. സീതമ്മയ്ക്ക് സിഹിയാ അവരുടെ ലോകം. എനിക്ക് അവരുടെ ലോകമാവാൻ കഴിയില്ലല്ലോ മുത്തശ്ശ. അതുകൊണ്ടാ സീതമ്മ എന്നെ കൂട്ടാതെ പോയത്. അവള് റാമിനോടൊന്നും പറയാതെ പോയിട്ടുണ്ടെങ്കിൽ നമ്മളത് മനസ്സിലാക്കണം. അവൾക്ക് എത്ര വിഷമം കാണുമെന്ന്. ഇങ്ങനൊരു സമയത്ത് നീ നിന്റെ അമ്മയെ മനസ്സിലാക്കണം സുബി. അശോക, ആ കുട്ടിക്ക് വല്ലാതെ വിഷമമായിട്ടുണ്ടാ മോനെ. പാവം, ഈ അനാഥ കുഞ്ഞിന് സീതയാ സ്നേഹം കൊടുത്തത്. ഇപ്പോ ചിലപ്പോ ഒറ്റയ്ക്കായി പോകുന്നുള്ള പേടിയായിരിക്കും അവക്ക്. ഇപ്പോ നിങ്ങളാ അവളുടെ കൂടെ നിൽക്കേണ്ടത്. എന്റെ മകൾ എന്നിൽ നിന്ന് ഒരുപാട് അകന്നു പോയില്ലേ? അവൾ ഇനി ഒരിക്കലും എന്റെ അടുത്തേക്ക് വരില്ല. എന്തിനാ അമ്മേ, എന്തിനാ എനിക്ക് ശിക്ഷ? ദൈവം എന്റെ ജീവിതത്തിൽ സിഹി എന്ന പ്രപഞ്ചം ഉണ്ടാക്കി തന്നു.
എന്നിട്ട് അവൻ തന്നെ ആ പ്രപഞ്ചം എന്നിൽ നിന്ന് ഇല്ലാതാക്കിയിട്ട് എന്റെ ജീവിതം ശൂന്യമാക്കി കളഞ്ഞില്ലേ അമ്മേ? സീത, കരയില്ലേ മോളെ, സമാധാനായിട്ടിരിക്കെ. നമ്മുടെ സിഹിമോൾക്ക് ഭഗവാൻ അത്രേ വിധിച്ചു കാണൂ. അതുകൊണ്ടാ അവള് നമ്മളെല്ലാവരെയും വിട്ടുപോയത്. മനുഷ്യരാവുമ്പോ മരണവും വേദനയൊക്കെ ഉണ്ടാവും. നമ്മൾ വേണം നമ്മുടെ മനസ്സിനെ കല്ലാക്കി മാറ്റി അവരുടെ ഓർമ്മകളുമായിട്ട് ജീവിക്കാൻ. നമ്മുടെ സിഹിയെ കണ്ടില്ലേ, 100 ജന്മത്തിൽ ആവശ്യമുള്ള ഓർമ്മകളെ ബാക്കി വെച്ചിട്ടാ പോയത്. അതേ ഓർമ്മകളില് നമ്മൾ ജീവിക്കണം സീത. അതാ ജീവിതം. സത്യം അംഗീകരിക്കുന്നത് ബുദ്ധിമുട്ടാണെങ്കിലും അത് അംഗീകരിച്ച് മുന്നോട്ട് പോയേ പറ്റൂ മോളെ.